Hi everyone, welcome to Nisha Edu Hub. This is our second class. മാനേജ്മെന്റിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. അതായത് ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണുക. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ് ഡെഫിനിഷൻസ് ആണ്. അതുപോലെ സെക്കൻഡ് ക്ലാസ് ആണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആക്ട് ഓഫ് മാനേജിങ് പീപ്പിൾ ആൻഡ് ദെയർ വർക്ക് വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് എ കോമൺ ഗോൾ ബൈ യൂസിംഗ് ദ ഓർഗനൈസേഷൻസ് റിസോഴ്സസ്. നമ്മൾക്ക് ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവിടെ നമ്മൾക്ക് ഒരു കോമൺ ഗോൾ, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ആ വർക്ക് ഫോഴ്സ്, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെയും അവർ ചെയ്യുന്ന വർക്കുകളെയും മാനേജ് ചെയ്യുക എന്നുള്ള ആ ഒരു ആക്ട് ഓഫ് മാനേജ് പീപ്പിൾ ആൻഡ് വർക്കാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെൻറി ഫയോളിന്റെയും FW ടൈലർ, മേരി പാർക്കർ ഫോളറ്റിന്റെ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അത് ആ ഒരു ക്ലാസ് കേൾക്കാത്തവരൊന്ന് കേട്ടിട്ട് കണ്ടിന്യൂ ആയിട്ട് അടുത്ത ക്ലാസ്സസിലോട്ട് കേൾക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി നേച്ചർ ഓഫ് മാനേജ്മെന്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രൂപ്പ് എഫോർട്സ്. തേർഡ് വൺ, മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഫോർത്ത് വൺ, മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ഫിഫ്ത് വൺ, മാനേജ്മെന്റ് ഈസ് ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ആൻഡ് സിക്സ്ത് വൺ, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ആൻഡ് ലാസ്റ്റ് വൺ, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഒക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാനേജ്മെന്റിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സസും അവരും അവരുടെ വർക്ക് ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രോഫിറ്റ് അല്ലെ, ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു സ്ഥാപനമായിട്ട് വളരണം, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം. അങ്ങനെ ഒരു കോമൺ ഒബ്ജക്റ്റീവ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ ഓർഗനൈസേഷൻസിലും അല്ലെ ആളുകൾ വർക്ക് ചെയ്യുന്നത്. മീൻസ് ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ കേസിൽ. അപ്പൊ അതാണ് പറഞ്ഞത്, മാനേജ്മെന്റ് എപ്പോഴും ഗോൾ ഓറിയന്റഡ് ആണ്. മീൻസ് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു കോമൺ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉള്ളവരൊക്കെ തന്നെയും വർക്ക് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഓർഗനൈസേഷൻ റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഗോൾ ഓറിയന്റഡ് ആണ്. വെറുതെ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ പ്രവർത്തിച്ചു പോവുകയാണോ? ഇല്ല. അവർക്ക് ചിലപ്പം അവരുടെ ഷെയർസ് കൂട്ടണം, അവർക്ക് ആ ഒരു നമ്പർ 1 ബ്രാൻഡ് ആയിട്ട് മാറണം, നമ്പർ 1 ഓർഗനൈസേഷൻ ആവണം, അല്ലെങ്കിൽ അടുത്ത ബ്രാഞ്ചസുകൾ പല പല സ്ഥലങ്ങളിലേക്ക് വരണം. അപ്പൊ ഇതൊക്കെ ലക്ഷ്യമാണ് അവർക്ക്. അവർക്ക് വളരണം. അവരുടെ ആ ഒരു സിസ്റ്റം, ആ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നെറ്റ്വർക്ക്, ആ ഒരു ശൃംഖല ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പടർന്നു പിടിക്കണം. അപ്പൊ ഇങ്ങനെ കുറെ അധികം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് അല്ലെ. എല്ലാവർക്കും ഒരു വിഷൻ കാണും. ഒരു വിഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഗോൾ ഓറിയന്റഡ്. ഓക്കെ, സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രൂപ്പ് എഫോർട്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, വെറുതെ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യില്ല. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഒരു ജോയിന്റ് എഫോർട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ജോയിന്റ് എഫോർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who use their skills and knowledge in running the complete system of the organization. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ സ്കില്ല് ഉപയോഗിക്കുകയാണ്, അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ നോളജ്, ആ ഒരു എക്സ്പേർട്ട് സ്കില്ല്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് അല്ലേ. ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കണം. IT ഫീൽഡിൽ IT എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ടെക്നിക്കൽ ഫീൽഡിൽ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ അവരുടെ കഴിവുകളെ, ഇപ്പൊ ഒരു ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ് മേഖലയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഡിസൈനുകൾ ചെയ്യുക, അല്ലെങ്കിൽ ജുവല്ലറി ഡിസൈനേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ്, അവരുടേതായിട്ടുള്ള സ്കില്ലുകളുണ്ട്, അവരുടെ ക്രിയേറ്റിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയും യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് അല്ലെ, ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം അതൊരു ഗ്രൂപ്പ് എഫോർട്ടാണ്, ജോയിന്റ് എഫോർട്ടാണ്. അവരുടെ സ്കില്ലുകളും നോളജും ഒക്കെ യൂസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരു ആളെ കൊണ്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കും ഇല്ല. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഗ്രൂപ്പ് എഫോർട്സ് അല്ലെ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺസീൻ ഫോഴ്സ് ആണ്, നമ്മൾക്ക് അത് കാണില്ല. പക്ഷെ
അതിന്റെ റിസൾട്ടുകളിൽ നിന്നും നമ്മൾക്കത് ആ എഫോർട്ട് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു റിസൾട്ടിൽ നിന്നും നമ്മൾക്ക് ആ ഒരു പ്രസൻസ് എവിഡന്റ് ആയിരിക്കും. നമ്മൾ സക്സസ് ആണോ അല്ലെങ്കിൽ ഫെയിലിയർ ആയോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്രയും ടേൺ ഓവർ നമുക്ക് കിട്ടിയോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, അതോ നഷ്ടമാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ളവരാണെങ്കിൽ നമ്മുടെ ഷെയർസ് ഇടിഞ്ഞിട്ടുണ്ടോ, അതോ നമ്മൾക്ക് അവിടെ ഷെയർസ് നമ്മൾക്ക് കിട്ടിയോ, മെയിൻ ഷെയർസ് ഒക്കെ കിട്ടിയോ എന്നുള്ള ഒരു എഫോർട്ടുകൾ, അതിന്റെ ആ ഒരു റിസൾട്ടിൽ നിന്നും, എഫോർട്ട് എടുത്തതിന്റെ റിസൾട്ടിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾക്ക് എവിഡന്റ് ആവുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ, അതായത് അൺസീൻ ആണ്. നമ്മൾക്ക് അതിന്റെ പ്രസൻസ് മാത്രമേ അറിയൂ. വി ക്യാൻ ഫീൽ. ഫീൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഒരു എഫോർട്ട് ഇട്ടു, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾക്ക് അതിന്റെ കിട്ടും അല്ലെ. ആ ഒരു റിസൾട്ടിൽ നിന്നായിരിക്കും നമ്മൾക്ക് ഈ ഒരു എവിഡന്റ് ആവുന്നത്, നമ്മളുടെ ആ ഒരു എഫോർട്ടുകളുടെ റിസൾട്ട്. അപ്പം അതിന്റെ പ്രസൻസ് ആ ഒരു രീതിയിലാണ് എവിഡന്റ് ആവുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇൻ മാനേജ്മെന്റ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ എസെൻസ് ഓഫ് എ മാനേജ്മെന്റ്, എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ് ഒക്കെ തന്നെ നമ്മൾക്ക് വരും ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യണം. ഡിസിഷൻ മേക്ക് ചെയ്യുക, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഹെഡ്, അതായത് ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തി, മാനേജർ ആയിക്കോട്ടെ, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസിൽ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും നല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. അവിടെ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ റിസ്ക് ഉള്ള കാര്യമാണ് അല്ലേ. മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് ബാധിക്കാതെ, എന്നാൽ ഓർഗനൈസേഷന് പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടോപ്പ് അതോറിറ്റി അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് പല പല ഓൾട്ടർനേറ്റീവ്സ് വരും. ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ബെസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിസിഷൻ മേക്കിംഗ്, അത് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. അത് നമ്മൾ വരുന്ന ക്ലാസ്സസിൽ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ 5th വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? മാനേജ്മെന്റ് ഈസ് ആർട്ട്. അതുപോലെ തന്നെ സയൻസ്, ആർട്ട് ആസ് വെൽ ആസ് സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്? ഓൾറെഡി നമ്മൾ മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അപ്പൊ അതൊരു കലയാണ്. കല എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താണ് പല കൾച്ചറിൽ നിന്ന് വരുന്ന ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് ആണ്. അപ്പം അവരെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, മീൻസ് അവരുടെ ആ ഒരു പേഴ്സണൽ ക്രിയേറ്റിവിറ്റീസിനെ ഒക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ എമ്പതിയോടുകൂടി പെരുമാറാൻ കഴിയണം. പിന്നെ യുണീക്ക് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ, പിന്നെ ഈ അറിവുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കഴിവാണ്, ഒരു കലയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് റിക്വയേഴ്സ് ദി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. പിന്നെ ഓരോ ആളുകളെ ഓരോ ഹ്യൂമൻ ബീങ്സിനെ മാനേജ് ചെയ്യണം അല്ലെ. അവർ ചെയ്യേണ്ട വർക്ക് എന്താണെന്നുള്ളത് നമ്മൾ പറയുക. അവർ ചെയ്യേണ്ട വർക്കൊക്കെ കൃത്യമായിട്ട് തന്നെയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെ ഒരു കഴിവാണ് അല്ലെ. പല രീതിയിലുള്ളവരാണ്. എമ്പതിയോടുകൂടി പിന്നെ അവരുടെ പേഴ്സണൽ ക്രിയേറ്റിവിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. യുണീക്ക് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം വേണം. അതുകൊണ്ടാണ് അതൊരു കലയാണെന്ന് പറയുന്നത്, ഇറ്റ്സ് ആൻ ആർട്ട് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയൻസ് എന്നും പറയാറുണ്ട്. സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇറ്റ്സ് സിസ്റ്റമാറ്റിസ്ഡ് ബോഡി ഓഫ് നോളജ് ബേസ്ഡ് ഓൺ ജനറൽ ട്രൂത്ത് പ്രിൻസിപ്പിൾസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ദാറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ആൻഡ് ടെസ്റ്റഡ്. അതായത് സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ചില കാര്യങ്ങൾ, അതായത് ചില ജനറൽ പ്രിൻസിപ്പിൾസ്, അതുപോലെ ട്രൂത്ത്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ തന്നെ നമ്മൾ അവിടെ
പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് പറയാം, സയൻസ് ആണെന്ന് പറയാം. വളരെ സിസ്റ്റമാറ്റിസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് ആണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സയൻസ് എന്ന് പറയുന്നതും മാനേജ്മെന്റ് ഈ സയൻസ് എന്ന് പറയുന്നതും ഈ ഒരു റീസൺ കൊണ്ടാണ്. സിസ്റ്റമാറ്റിസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്, ദാറ്റ് ബേസ്ഡ് ഓൺ ജനറൽ ട്രൂത്ത് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്സ്. അതായത് ഒരു കാര്യം നമ്മൾ ഇട്ടുകൊടുത്തു, ഒരു കാര്യം ചെയ്തു, അതിന്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത് ഒരു സ്റ്റഡി ഉണ്ട്, കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യും, അതുപോലെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ആൻ ആർട്ട് ആസ് വെൽ ആസ് ആൻ ആർട്ട്. ഇനി അടുത്തത് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. മൾട്ടി ഡിസിപ്ലിനറി എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് പല പല മീൻസ് പ്രിൻസിപ്പിൾസ്, തിയറീസ്, പ്രാക്ടീസസ് ഒക്കെ പല ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിന്നും അവരെടുക്കുന്നുണ്ട്. ഇറ്റ് ഡ്രോസ് അപ്പോൺ പ്രിൻസിപ്പിൾസ്, തിയറീസ് ആൻഡ് പ്രാക്ടീസസ് ഫ്രം വേരിയസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ടു ഇഫക്റ്റീവ്ലി ലീഡ് ആൻഡ് ഓവർസീ ഓർഗനൈസേഷൻസ്. അതായത് കൃത്യമായിട്ട് ഓർഗനൈസേഷനെ നയിക്കാനും ലീഡ് ചെയ്യാനും, അതായത് അവരുടെ റിസൾട്ടുകളെയൊക്കെ ഓവർസീ ചെയ്യാനും ഒക്കെ പല ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിന്നും പ്രിൻസിപ്പിൾസ് ആണെങ്കിലും തിയറീസ് ആണെങ്കിലും പ്രാക്ടീസസ് ആണെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ട്. പല സബ്ജക്റ്റ്, പല ഏരിയാസിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലെ. പ്രിൻസിപ്പിൾ, തിയറീസ് പല പല ഫീൽഡ് ഓഫ് സ്റ്റഡീസിൽ നിന്നും നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഡീൽസ് വിത്ത് കോംപ്ലക്സ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ഹ്യൂമൻ ബിഹേവിയേഴ്സ്, ഡൈനാമിക് ഓർഗനൈസേഷണൽ ബിഹേവിയേഴ്സ്. അപ്പൊ ഇതൊക്കെ തന്നെയും മാനേജ്മെന്റിനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയും. അപ്പൊ മൾട്ടി ഡിസിപ്ലിനറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് ഡിഫറെന്റ് ഫീൽഡ് ഓഫ് സ്റ്റഡീസിൽ നിന്നും പല തിയറീസ് ആണെങ്കിലും പ്രിൻസിപ്പിൾസ് ആണെങ്കിലും പ്രാക്ടീസസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എക്കണോമിക്സ് എടുക്കാം, അതുപോലെ സൈക്കോളജി ഫീൽഡിൽ നിന്ന് എടുക്കാം. കാരണം നമ്മളിപ്പോ സൈക്കോളജി എന്ന് പറയുമ്പോൾ റിലേറ്റഡ് വിത്ത് മൈൻഡ് ആണ് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ നമുക്ക് ഡീൽ ചെയ്യണം അല്ലെ. കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ ഡീൽ ചെയ്യണം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ പല പല ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്, അതിന് ഹെൽപ്പ് നമ്മൾ നേടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഇതിന്റെ കോർ പ്രിൻസിപ്പിൾസും ഫങ്ഷൻസും ഒക്കെ എല്ലാ ഓർഗനൈസ്ഡ് ഹ്യൂമൻ എൻഡവേഴ്സിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, എസെൻഷ്യൽ ആണ്. കാരണം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിൽ മൊത്തം, അതായത് ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഓർഗനൈസേഷൻ ഉണ്ടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഹ്യൂമൻ എൻഡവേഴ്സിനെ, ഓർഗനൈസ്ഡ് ഹ്യൂമൻ എൻഡവേഴ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള കോർ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ്, ഇതൊക്കെ ഏകദേശം എല്ലായിടത്തും മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഇപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ട്, ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഓർഗനൈസ്ഡ് ഹ്യൂമൻ എൻഡവേഴ്സിലും എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, പ്രിൻസിപ്പിളും ഫങ്ഷൻസും ഒക്കെ. അതുകൊണ്ടാണ് ഇത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി പറയാം, മാനേജ്മെന്റ് ഈസ് goal oriented, it's associated with group effort, management is intangible, management involves decision making, management is art as well as science, management is multidisciplinary and universal application. ഇതൊക്കെ പ്രധാനപ്പെട്ട മാനേജ്മെന്റിന്റെ നേച്ചർ ആണ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ കുറച്ച് സെക്ഷൻസ് മാത്രമേ നമ്മൾ ആദ്യത്തെ കുറെ ക്ലാസ്സസിലൊക്കെ പോകുന്നുള്ളൂ. കാരണം അതിന്റെ ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് വേണമല്ലോ നമ്മൾ മുകളിലോട്ട് പോവാൻ. അപ്പൊ അതനുസരിച്ച് ചെറിയ ടോപ്പിക്സ് ആണ്, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഐഡിയ മനസ്സിലാക്കി എടുത്തിട്ട് നമുക്ക് കൂടുതൽ സബ്ജക്ട്സിലോട്ട് നമുക്ക് ക്ലാസ്സസ് കൊണ്ടുപോകണം. അതുപോലെ പേപ്പർ 1ന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്, അത് നിങ്ങൾ നോക്കുക, പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.